ഹലോ, ഇന്ന് നമുക്ക് തൃശ്ശൂർക്കാരുടെ സ്വന്തം പോത്തും കൂർക്കയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3/4 കിലോ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ബീഫിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ആ സ്റ്റോക്കിന് വേണ്ടിയിട്ട് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട്. അപ്പോൾ ഇനി ഒരു ഉള്ളിയിലേക്ക് പെരുംജീരകം 1 ടീസ്പൂൺ, അതുപോലെ തന്നെ ഒരു 6-7 ഏലക്കായ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, മീഡിയം സൈസിൻ്റെ ഇഞ്ചിയും 1 കുടം വെളുത്തുള്ളിയും ചതച്ചെടുത്തതും, പച്ചമുളക് ഒരു 4-5 എണ്ണം, എരിവുള്ള പച്ചമുളക് ഒരു 4 എണ്ണം ചതച്ചത്, അതുപോലെ തന്നെ കറിവേപ്പിലയും പട്ടയുടെ ഇല ഒരു 3 എണ്ണം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഒരു 2 മീഡിയം സൈസ് സവോള തിന്നായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സവോള നല്ല ബ്രൗൺ ഷെയ്ഡായി വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഞാൻ കൂർക്ക ഏകദേശം 3/4 കിലോ ബീഫിലേക്ക് ഒരു 1/2 കിലോത്തിൻ്റെ അടുത്ത് കൂർക്ക എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴുകി വൃത്തിയാക്കിയത് കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം സവോള നല്ല ബ്രൗൺ ഷെയ്ഡായി വന്ന സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ ഷെയ്ഡിൽ എല്ലാ പച്ചമണവും പോയി വരുന്നവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കരിഞ്ഞു പോകാതിരിക്കാൻ സൂക്ഷിക്കണം, നല്ല രീതിക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ല ബ്രൗൺ ഷെയ്ഡിലേക്ക് നമ്മുടെ മസാലപ്പൊടി മാറി പച്ചമണം എല്ലാം മാറി വരുമ്പോൾ ബീഫ് അത്യാവശ്യം സ്റ്റോക്കിലാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ആ ബീഫിൻ്റെ സ്റ്റോക്ക് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ ബീഫിൻ്റെ സ്റ്റോക്കും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ മസാലയും കൂടി കുറച്ച് നേരം കിടന്നൊന്ന് കുക്കാവണം കേട്ടോ. അപ്പോഴാണ് ബീഫിൻ്റെ എല്ലാ ഫ്ലേവറും കറിയിലേക്ക് പെട്ടെന്ന് കിട്ടുക. അപ്പോൾ ആ ബീഫിൻ്റെ സ്റ്റോക്കും കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യും. ഈ സ്റ്റോക്കും നമ്മൾ പ്രിപ്പയർ ചെയ്ത മസാലയും കൂടി നന്നായിട്ട് തിളച്ചൊന്ന് കുറുകുന്നെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീഫും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കൂർക്ക വേവിച്ചതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് അത്യാവശ്യം കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി സ്ലോ കുക്കിംഗ് ആണ്, അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് കുക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലൊരു നല്ല മണം ഉണ്ടാവും കേട്ടോ. കൂർക്കയുടെയും ബീഫിൻ്റെയും ആ മസാലയുടെയും കൂടി ആയിട്ടുള്ള ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ. ഞാനിത്തിരി ഗ്രേവിയോടുകൂടി തന്നെയാണ് കറി എടുത്തിട്ടുണ്ടായിരുന്നത്. അതല്ല, നമുക്ക് ഈ കറി നല്ലതായിട്ട് വറ്റിച്ച് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് വരട്ടിയെടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ടച്ചിങ്സിന് വേറെ ഒന്നും വേണ്ടി വരില്ല, അത്രയ്ക്ക് കിടുക്കാച്ചായിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കൂർക്കയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം അടച്ച് വെച്ച് ഞാൻ പറഞ്ഞ പോലെ ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. നന്നായിട്ട് തിള വന്ന് തുടങ്ങിയപ്പോൾ ഞാനിതിലേക്ക് ഗരം മസാലപ്പൊടി കുറച്ചും കൂടി തൂക്കി കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റും കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്ത ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ രാവിലേക്ക് ഉണ്ടാക്കി ഒരു ഉച്ചക്കേക്കോ വൈകുന്നേരത്തേക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ക്രിസ്മസിന്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വരട്ടിയെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. നന്നായിട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് വരട്ടിയെടുത്താൽ കിടുക്കാഴ്ചയായിട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല, ഈ വീഡിയോ ഫുള്ള് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻറ്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കുകയും കൂടി വേണം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതേ ടേസ്റ്റ് തന്നെ കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്കും അതൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിത് അന്ന് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്
എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.